പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നിരുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പല ആളുകളും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ക്ഷേമ പെൻഷൻ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ മറ്റ് ചില ആളുകളുടെ മറ്റു ചില ആളുകൾ പറയുന്നത് ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് കൈപ്പറ്റുന്ന ആളുകളുണ്ട്, ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്, പലയിടങ്ങളിലും ഉണ്ട്, ഇത് സത്യമാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ ഒരു അവകാശം പോലെ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇലക്ഷൻ്റെ സമയങ്ങളിൽ ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം മുൻപ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് ക്ഷേമ പെൻഷൻ ഒരു ഇലക്ഷനിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ തുടങ്ങിയത് ഈ ഒരു 2016 മുതലാണ്. 2016 നമ്മുടെ LDF സർക്കാർ ആദ്യത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതിനു മുമ്പ് ഈ ഒരു തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷം 2021 തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 26 ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് 3000 രൂപയിലേക്ക് എത്തിക്കണമെങ്കിൽ ഉയർന്ന രീതിയിൽ നമുക്ക് വരുമാനമുണ്ടായിരിക്കണം സർക്കാരിന്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അർഹതാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുക. അല്ലെങ്കിൽ അർഹതാ മാനദണ്ഡങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്ന ആളുകൾക്ക് മാത്രം തുക നൽകുന്ന സാഹചര്യം. അത് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിനുള്ള എന്തൊക്കെ നടപടികളാണ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക. ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഇപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇന്നലത്തെ വീഡിയോ കൂടി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. പക്ഷേ ഇതിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെയധികം ആളുകൾ പറയുന്നത് 2 നില വീടുകൾ, ഒന്നിൽ കൂടുതൽ വീടുകളൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആരെങ്കിലും ഈ ഒരു പെൻഷൻ തുക കൈപ്പറ്റുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹതയുള്ള തുക കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ലഭിക്കേണ്ട തുക മറ്റുള്ള ആളുകൾ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ, നിങ്ങളുടെ ഏരിയയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് തലത്തിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ആളുകൾക്ക് ഈ ഒരു തുക വാങ്ങിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. 2000 രൂപ സാധാരണക്കാരന് ലഭിക്കുന്ന ആ ഒരു തുകയും കൈപ്പറ്റുന്ന ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് എങ്കിൽ അവർ കാണിക്കുന്നത് സാധാരണ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയമേ ഒന്ന് ചോദിക്കുക, നിങ്ങൾ ഈ ഒരു തുക അർഹതയില്ലാത്ത ഈ തുക വാങ്ങിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ്. അതുമാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കെതിരെയൊക്കെ കറക്റ്റായിട്ടുള്ള നടപടികൾ പിടിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സാധാരണ പാവപ്പെട്ട, ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതം നിങ്ങൾ കൈയിട്ട് വാരി തിന്നുകയാണ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഈ ഒരു തുക വാങ്ങിക്കുന്ന ആളുകൾ തീർച്ചയായും ഒന്ന് ഓർത്താൽ നിന്ന് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും. ഇങ്ങനെയുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. നിങ്ങളുടെ പേര് വിവരങ്ങൾ പോലും വെളിപ്പെടുത്തണമെന്നില്ല, അല്ലാതെ തന്നെ അറിയിച്ചാൽ മതി. പരിശോധന വരും, അവർക്കെതിരെ നടപടിയും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.